ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള പരീക്ഷണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ അതിലെ തന്നെ പല പ്രദേശങ്ങളും കണ്ടെയ്ൻമെൻറ്റ് സോണുകളായും പല ആളുകളും വീട്ടിൽ താമസിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നേർക്ക് നേരെ നമ്മളെ ബാധിച്ചിട്ടില്ലായിരിക്കാം, എങ്കിലും നമ്മുടെ ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളും പല വ്യക്തികളും രോഗാവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഒരാൾക്ക് അതിൻ്റെ ലക്ഷണം വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും നിരീക്ഷണത്തിലായി, മുഴുവൻ പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥയിലും നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനേറെ ആ പ്രദേശം പോലും അതിലേക്കുള്ള വഴിയെല്ലാം അടച്ചുകൊണ്ട് പൂർണ്ണമായി കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഒരു മഹാമാരിയുടെ പരിചയം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളതും ഇതിൻ്റെ ബാക്കി പത്രങ്ങൾ എന്താണ് എന്നൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. വീണ്ടും ചില പരീക്ഷണങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ കാലം നമ്മൾ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട്
നമ്മൾ എത്രത്തോളം പ്രയാസപ്പെട്ടിരുന്നോ അതിലേറെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രതയും കുറച്ചൊക്കെ ശ്രദ്ധയും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളും ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം? നമ്മുടെ സമൂഹത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ജനങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തും, സർക്കാർ ജനങ്ങളെ കുറ്റപ്പെടുത്തും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യമന്ത്രിയെക്കുറിച്ചും അതുപോലുള്ള ആളുകളെക്കുറിച്ചൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ചും ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ബോധ്യമുള്ള ഒരു മുസ്ലിം അവൻ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ ജീവിതം എന്താണ്? ഈ ലോകത്തേക്ക് വന്ന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് എന്നത് അള്ളാഹു അവനോട് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. എത്രയോ തവണ ഈ മിമ്പറിൽ തന്നെ നമ്മൾ ഓതി വെച്ച ഒരായത്ത്, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരായത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുന്നത് തന്നെയാണ്. അല്ലാഹുവിൻ്റെ വാക്കാണ്, നാം നിങ്ങളെ പരീക്ഷിക്കും. ഈ വാക്ക് കേൾക്കുന്ന, ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാവൂല. കാരണം എന്താ? അള്ള പറഞ്ഞതാണ് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. എന്നിട്ടോ അവസാനിപ്പിച്ചിട്ടില്ല, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, വിഭവ നഷ്ടം കൊണ്ട്, ശാരീരിക നഷ്ടം കൊണ്ട്, ആളുകൾക്ക് മരണം വരുത്തിക്കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത, ക്ഷമിക്കുന്നവർക്കാകുന്നു സന്തോഷവാർത്ത. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വാചകങ്ങളൊക്കെ നമ്മളൊന്നിങ്ങനെ പരിശോധിച്ചാൽ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കണ്ടന്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഭയം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഭയമുണ്ട്, പേടിയുണ്ട്. വൽജൂ, വിശപ്പിന്റെ കാര്യത്തിൽ ബേജാറുണ്ട്, മരണത്തിനെ കുറിച്ച് ബേജാറുണ്ട്, മക്കളുടെ മരണത്തിനെ കുറിച്ച് ബേജാറുണ്ട്, അസുഖം വരുന്നതിനെ കുറിച്ച് ബേജാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസി വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുക, സഹിക്കുക. പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വിശ്വാസി നിലകൊള്ളേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇൻ്റെ അത്ര പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് പറഞ്ഞാൽ മതി. ഞാൻ ദിവസം രാവിലെ ജോലിക്ക് പോകേണ്ട ഒരാളാണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ എൻ്റെ ജോലി മുടങ്ങും, വീട്ടിലേക്കുള്ള ഭക്ഷണം മുടങ്ങും. പല നിരക്കുള്ള പരീക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് തന്നെ വിധിയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ, ആ പരീക്ഷണങ്ങളൊക്കെ വന്ന ഒരു പ്രവാചകനുണ്ട്. എല്ലാ പരീക്ഷണവും വന്നിട്ടുണ്ട്. പൂർണ്ണമായി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടൊരു പ്രവാചകൻ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരു പക്ഷേ നമ്മൾ ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ വെറും 4 സ്ഥലങ്ങളിൽ മാത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയുടെ പര്യായമായിക്കൊണ്ട്, സഹനത്തിൻ്റെ മാതൃകയായിക്കൊണ്ട്, പല മേഖലകളിലും പ്രത്യേകിച്ച് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുള്ള വലിയ ഒരു ഗുണപാഠമാണ് പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരമക്കളെ കുറിച്ച് ഇങ്ങനെ എണ്ണി പറയാ. എന്നിട്ട് അവർ ഓരോരുത്തരെയും എണ്ണിയിട്ട് അല്ലാഹു പറയാണ്, വമിൻ ദുർരിയതിഹി, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്
ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ. 5 പ്രവാചകന്മാരെ പേരിങ്ങനെ എണ്ണി പറഞ്ഞു. അതിലൊരാളാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരമക്കളിൽപ്പെട്ട ആളാണ്. കൃത്യമായി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ് ഈസ്. ആ ഈസിന്റെ മകന്റെ മകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലക്കും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമായി വലിയ ഒരു ബന്ധം അയ്യൂബ് നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അദ്ദേഹം ഏത് നാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഫലസ്തീനിൽ അല്ലെങ്കിൽ സിറിയയിലുള്ള ഹൂറ എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു കഥ വായിച്ചു പോകുന്ന പോലെ, ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 80 വയസ്സുവരെ എല്ലാ അർത്ഥത്തിലും സൗകര്യങ്ങളുള്ള ആളായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. ആ നാട്ടിലെ തന്നെ വലിയ ഒരു ധനാഢ്യൻ. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് കുതിരകൾ, ആയിരക്കണക്കിന് ആടുകൾ, ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ, ആയിരക്കണക്കിന് കന്നുകാലികൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ പരിചാരകന്മാരുടെ എണ്ണം കണക്കാക്കാൻ കഴിയാത്ത അത്രത്തോളം പരിചാരകന്മാർ. അത്രയും വലിയ ധനാഢ്യൻ. അദ്ദേഹത്തിന്റെ മക്കളെ നോക്കിക്കഴിഞ്ഞാലോ 7 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആളുകൾ. ചില ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും, അവർ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സന്തോഷം. പെൺമക്കളെല്ലാവരെയും വിളിക്കും, ആൺമക്കളെ വിളിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. വല്ലാത്ത സന്തോഷത്തോടു കൂടി അവരിങ്ങനെ ജീവിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം. ഒരു പ്രവാചകനെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്മാർ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരൊന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് നൽകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ പരീക്ഷണങ്ങളാണ്. അള്ളാഹു ഒരാളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അശദ്ദുൽ ബലാ, ഏറ്റവും കൂടുതൽ പരീക്ഷണം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അൽ അംബിയാ, അംബിയാക്കന്മാരാണ്. സുമ്മൽ അംസൽ, സുമ്മൽ അംസൽ. പിന്നെ ആ അംബിയാക്കന്മാരുടെ ജീവിതം കൊണ്ട് നടക്കുന്ന ആളുകൾ, അതേപോലെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല നിലക്കുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏതായിരുന്നാലും അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം വരാൻ തുടങ്ങി. ആദ്യം വന്നത് സമ്പത്തിലായിരുന്നു. ധനാഢ്യനായിരുന്ന അദ്ദേഹത്തിന്റെ സമ്പത്ത്, കന്നുകാലികൾ ഇങ്ങനെ ചത്തൊടുങ്ങുക, അദ്ദേഹത്തിന്റെ വിളകളൊക്കെ നശിച്ചു പോകുക, ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഒന്നാമത്തെ ഘട്ടമായിരുന്നു അത്. രണ്ടാമത്തെ ഘട്ടം അദ്ദേഹത്തിന്റെ മക്കളിൽ വന്നു. അദ്ദേഹത്തിന്റെ മക്കളിൽ 7 ആൺമക്കളും 7 പെൺമക്കളും, അഥവാ എല്ലാ മക്കളും അയ്യൂബ് നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കെ മരണപ്പെടുക. രണ്ടാമത്തെ ഒരു പരീക്ഷണം. മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മാംസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക, ശക്തമായ വേദന വന്നുകൊണ്ടിരിക്കുക. ഇത് പ്രിയപ്പെട്ടവരെ ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നീണ്ട 18 കൊല്ലത്തോളം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കൊറോണയുടെ സമയം ഏകദേശം ഒരു 5, 6, 7, 8 മാസങ്ങൾ, ഒരു വർഷത്തിൽ താഴെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ട് തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന വാക്കുകൾ എത്രത്തോളം, അതിൽ തന്നെ നമ്മളെ ബാധിച്ചത് വളരെ ചുരുക്കമായിരിക്കാം. എന്നാൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾ വരെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തുടങ്ങി. സമ്പത്ത് മുഴുവൻ നശിച്ചു, മക്കൾ മുഴുവൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ കയറി വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 2 സഹോദരങ്ങളും മാത്രം ബാക്കിയായി. അദ്ദേഹത്തെ പരിഗണിക്കാൻ ബാക്കിയുള്ളവരൊക്കെ വിട്ടു, എല്ലാവരും ഒഴിവാക്കി. അങ്ങനെ അവർ വേറെ ഒരു ഭാഗത്ത് ആളുകളൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് നീങ്ങി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ എല്ലാ സമ്പത്തും നശിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സമ്പത്തെടുത്തിട്ടാ പിന്നെ ബാക്കി കാര്യങ്ങൾക്ക്, ജീവിത ചെലവുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ജനങ്ങളിലുള്ള അവസ്ഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ 2 സഹോദരങ്ങളുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ബാക്കിലേക്ക് നിൽക്കാൻ തുടങ്ങിയെന്ന.
പിന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമായി. അതും ഒരു പ്രവാചകൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ വീട് വൃത്തിയാക്കി കൊടുക്കുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വീട് പണിക്ക് പോവുക. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ വീട് വൃത്തിയാക്കി ആ വീട്ടുപണിക്ക് പോയി അവിടുന്ന് കിട്ടുന്ന ഭക്ഷണവുമായിട്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. കുറച്ചു കാലം ഇങ്ങനെ പോയപ്പോൾ വീണ്ടും ശൈത്താൻ ഇടപെടുന്നുണ്ട്. ഈ ആളുകൾക്കുള്ളിൽ അവരോട് ഇത് പറയാൻ തുടങ്ങി, ഇത് അയ്യൂബിൻ്റെ ഭാര്യയാണ്, ഇവർക്കും പ്രയാസങ്ങളുണ്ടാകും, അതുകൊണ്ട് അവരെയും ഒഴിവാക്കാം. ജനങ്ങൾക്കിടയിൽ പിശാചിന്റെ ഇടപെടൽ നടന്നുകൊണ്ടേയിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാം ശാരീരികമായി ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ പിശാചിന്റെ വാക്കുകൾ, ഒരു പ്രവാചകൻ എങ്ങനെ സംഭവിക്കും, ഇതൊരു കള്ളപ്രവാചകനാണ്, ഇതൊരിക്കലും ഒരു പ്രവാചകൻ ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഒരാൾക്ക്, അങ്ങനെയൊക്കെ റബ്ബ് പരീക്ഷിക്കുവോ, ഈ രൂപത്തിലായിരുന്നു. പക്ഷേ എല്ലാത്തിലും അയ്യൂബ് നബി അലൈഹി സ്വലാം ക്ഷമിച്ചും സഹിച്ചു നിൽക്കാൻ തുടങ്ങി. കുറച്ചുകൂടി കാലങ്ങൾ കഴിഞ്ഞു. പരീക്ഷണങ്ങൾ ഇങ്ങനെ കൂടിയപ്പോൾ ഒരു ദിവസം അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് ചോദിക്കാണ്, ലൗ ദഅൗതുല്ലാഹ്, കുറേ കാലമായില്ലേ ഇപ്പം ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾക്കൊന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ? ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാം തൻ്റെ ഭാര്യനോട് ചോദിക്കാണ്, എന്താ നീ പറയുന്നത്? 80 കൊല്ലമായി നമ്മൾ സന്തോഷത്തിലായിരുന്നു, എനിക്ക് ശാരീരികമായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 80 കൊല്ലത്തോളം ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് ഇപ്പോൾ കുറച്ചൊരു പരീക്ഷണം വരുമ്പോഴേക്ക് അള്ളാഹിനോട് ഇങ്ങനെ പരാതി പറഞ്ഞു നിൽക്കുക, അതൊരു നല്ലതല്ലല്ലോ. എനിക്കതിനൊരു ലജ്ജ തോന്നാം. അള്ളാഹിനോട് ഇത് ചോദിക്കുക, ഈ ദുനിയാവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് എനിക്കൊരു ലജ്ജ തോന്നും. അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ല. അള്ളാഹിനോട് പ്രാർത്ഥിച്ചില്ല എന്നല്ല, ഈ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചില്ല. എന്താണോ അള്ളാഹു പരീക്ഷിക്കണത് ആ പരീക്ഷണം മുഴുവൻ ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ സഹിക്കാൻ റെഡിയാണ്. വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോയി, ഭക്ഷണമില്ലാത്ത ദിവസങ്ങളിലേക്ക് എത്തി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും തീർന്നു, സമ്പത്തും അവസാനിച്ചു. അവസാനം ഭക്ഷണമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ അവരുടെ മുടിയുടെ പകുതി മുറിച്ചിട്ട് അത് വിറ്റു, പകുതി വിറ്റ് കളഞ്ഞു. ആ വിറ്റിട്ട് അതിൽ കിട്ടുന്ന പണം എടുത്തുകൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇത് എവിടുന്ന? അവർ പറഞ്ഞു, ഇത് കിട്ടി, അത് ചില കാര്യങ്ങളൊക്കെ അയക്കപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഏതാനും ദിവസം അങ്ങനെ വീണ്ടും പോയി, വീണ്ടും പരീക്ഷണം വരികയാണ്. എന്താ ചെയ്യുക, ഒന്നുമില്ല. ആ സഹോദരി അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ചെയ്തെന്താണെന്നറിയോ? അവരുടെ മുടിയെടുത്തിട്ട്, അവരുടെ മുടി മുഴുവനായി മുണ്ടനം ചെയ്തിട്ട് മൊട്ടയടിച്ചിട്ട് ആ മുടി കൂടി എടുത്തിട്ട് വിറ്റു. അത് വിറ്റിട്ട് അതിൽ കിട്ടുന്ന പണവുമായിട്ട് വരികയാണ്, അതിൻ്റെ ഭക്ഷണവും എടുത്തിട്ട് വരികയാണ്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇത് എവിടുന്ന? അപ്പോഴും അവരൊന്നും മിണ്ടിയില്ല. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഇങ്ങനെ അയ്യൂബ് നബിൻ്റെ മുന്നിൽ ഇങ്ങനെ തലമറച്ചിട്ടിരിക്കുക. വീണ്ടും ചോദിച്ചപ്പോൾ അവരവരുടെ ശിരോവസ്ത്രം മാറ്റി. തൻ്റെ ഭാര്യ മൊട്ടയടിക്കപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അതുവരെ പിടിച്ചു തരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാമക്ക് പിന്നെ ഒന്നും പറയാണ്ടായിരുന്നില്ല. അവിടുന്ന് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. വേറൊന്നും പറയുന്നില്ല, കാരണം ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്നറിഞ്ഞപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറയും, റബ്ബേ അന്നീ മസ്സനിയദ്ദുർ, എനിക്ക് ദുർറ് വന്നിട്ടുണ്ട്, പരീക്ഷണങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ കരുണാവാരിധിയാണല്ലോ. ഈ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിലെവിടെയും അള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു വാക്കില്ല, അള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ളൊരു വാക്കില്ല, മറിച്ച് ഒറ്റ വാക്ക്, അന്നീ മസ്സനിയദ്ദുർ, എനിക്ക് ദുർറ് ബാധിച്ചിട്ടുണ്ട്, പരീക്ഷണങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടു. അതൊരു പ്രാർത്ഥനയായി റബ്ബ് സ്വീകരിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കാൻ റബ്ബ് തീരുമാനിക്കണം. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അയ്യൂബ് നബി അലൈഹി സ്വലാമും ഭാര്യയും പലപ്പോഴും അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കാറുണ്ട്. അങ്ങനെ ആ പോയ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറഞ്ഞയക്കുന്നത്. അതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്.
അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്ന സമയത്ത് ഒരു നിലക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഭാര്യ ഒരു തവണ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണല്ലോ നിങ്ങൾക്കുള്ളത്, അള്ളാന്റെ വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. ഒറ്റ വാക്ക്, ഒരു വാക്ക്. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, നീ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടാതിരിക്കുന്ന ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഈ അസുഖം മാറിയാൽ തീർച്ചയായും ഞാൻ നിന്നെ 100 അടി അടിക്കും. കാരണം അള്ളാഹിൻ്റെ വിധിയിൽ തൃപ്തിയില്ലാത്തൊരു സ്വഭാവം നമുക്ക് പാടില്ല. പിന്നീടാണ് ആ ഭാര്യ ഭക്ഷണവുമായിട്ടൊക്കെ വരുന്നതും അയ്യൂബ് നബി അലൈഹിസ്സലാം അവരുടെ തലമുടി കാണുന്നതൊക്കെ, ആ മുണ്ടനം ചെയ്യപ്പെട്ടതായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. പിന്നീടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥക്ക് മാറ്റം നൽകിയത് എങ്ങനെയാണെന്ന് അറിയും. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ അല്ലാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹത്തിന് നേരിട്ട കഷ്ടപ്പാട് നാം അകറ്റി കൊടുക്കുകയും ചെയ്തു. വആതൈനാഹു അഹ്ലഹു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വആതൈനാഹു അഹ്ലഹു. അവൻ്റെ അഥവാ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ എല്ലാ കുടുംബത്തിനെയും അള്ളാഹു തിരിച്ചു കൊടുത്തു. ചില തഫ്സീറുകളിൽ കാണാൻ പറ്റും ആ മക്കളെ തന്നെ തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അതുപോലുള്ള മക്കളെ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊടുത്തു. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് മലക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ കാല് കൊണ്ടൊരു അടിയടിക്കണം, ഒരു ചവിട്ട് ചവിട്ടണം നിലത്ത്. അദ്ദേഹം കാലുകൊണ്ടൊരു ചവിട്ടി ചവിട്ടി. ആ സമയത്ത് അവിടെ നിന്നും ഒരു സ്നാനജലം, ഒരു വെള്ളക്കെട്ട് അവിടെ ഉണ്ടാക്കുകയാണ്. അവിടെ നിന്ന് കുടിക്കുവാനും കുളിക്കുവാനും പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, എല്ലാം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന രൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗാവസ്ഥയും നഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സഹായിച്ചു. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി പഴയ ചുറുചുറുക്കോടുകൂടി നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഭാര്യ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നത്, അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന അയ്യൂബ് നബി ഉണ്ടായിരുന്നു, അദ്ദേഹം എവിടെയാ? അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണത്. അവരത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ഭാര്യ പോലും അറിയാത്ത രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് 18 കൊല്ലം അനുഭവിച്ച പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കണം. പൂർണ്ണമായി കൊണ്ട് നീക്കിക്കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഭാര്യ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കെട്ട് പുല്ലെടുക്കാൻ വേണ്ടി പറഞ്ഞു. 100 പുല്ലുകളായിക്കൊണ്ടുള്ളത്, നാരുകളുള്ള പുല്ലുകൾ. അതുകൊണ്ട് ഭാര്യയെ ഒരു അടിയടിക്കുക. കാരണം ഒരു ശപഥം ചെയ്താൽ അത് നിർബന്ധമായിട്ടും പാലിക്കണം. അള്ളാന്റെ പേര് പറഞ്ഞിട്ടാണ് സത്യം നടത്തിയിട്ടുള്ളതെങ്കിൽ, അത് പ്രവാചകനാണെങ്കിൽ പോലും ഒഴിവ് കഴിവില്ല, അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കൊരു മസ്അല കൂടി അതിലുണ്ട്. പലപ്പോഴും കച്ചവടം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പറയുമ്പോൾ വല്ലാഹി അല്ലാഹുവാണ് സത്യം വളരെ നിസാരമായി കൊണ്ട് പറയുന്നവരാണ് പലരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുണ്ട് ആ വിഷയത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു, അതിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും പരീക്ഷിക്കുമെന്നുള്ളതാണ്. നമുക്കും പരീക്ഷണങ്ങൾ വരും, ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ വരും. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹ് തെരഞ്ഞെടുത്ത പ്രവാചകനാ. എന്നിട്ട് അള്ളാഹ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ആ പ്രവാചകനെ പരീക്ഷിക്കുന്നത്? അല്ല, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നത് പരീക്ഷണം നൽകിക്കൊണ്ടാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് മുസീബത്തുകൾ കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും, ബലാഹുകൾ നൽകും, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വല്ലതും വരികയാണെങ്കിൽ, മക്കളുടെ ഒരു അസുഖം മാറി അതുകൊണ്ട് ശരിയായി വരുമ്പോഴേക്ക് ഭാര്യയ്ക്ക് അസുഖം വരിക, അതുകൊണ്ട് ശരിയായി വരുമ്പോഴേക്ക് നമ്മുടെ ജോലിക്ക് എന്തോ പ്രശ്നം വരിക, നമ്മുടെ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസി നിരാശനാവൂല, വിശ്വാസിക്ക് നിരാശ ഉണ്ടാവില്ല. കാരണം എന്താ?
അൽഹംദുലില്ലാ, എനിക്കെന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യമായിട്ട് ഒരു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, എന്തു പ്രയാസമാണെങ്കിലും എത്രത്തോളം എന്നാൽ ഒരു വിശ്വാസി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതവൻ ക്ഷമിക്കുകയാണോ? അതവൻ ക്ഷമിക്കുകയാണ്. അതിന് വരെ അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ശക്തമായ പനി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, പനി എന്ന് പറഞ്ഞാൽ ആ പനിക്കുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും ചികിത്സ വേണ്ട എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചികിത്സ വേണം, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനിയുടെ അവസ്ഥ കണ്ടിട്ട് സ്വഹാബത്ത് ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ 2 ആളുകളുടെ പനി എനിക്കുണ്ട്. അഥവാ സാധാരണ പനിക്കുന്നതിനേക്കാൾ ഇരട്ടി പനിയുണ്ട്. ഉടനെ സ്വഹാബത്തിൻ്റെ ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ 2 ആളുകൾക്കുള്ള പ്രതിഫലം കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കിട്ടും. പരീക്ഷണങ്ങൾ വരുന്നുണ്ടോ, ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, അത് ക്ഷമിക്കുകയാണെങ്കിൽ, സഹിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിയുള്ള മനസ്സാണെങ്കിൽ അതിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. രണ്ടാമത്തൊരു കാര്യം, അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ ധനാഢ്യനായിരുന്നു. എല്ലാ സമ്പത്തും നശിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന സമ്പത്തൊക്കെ കണ്ടിട്ട് ഇത് കാലാകാലം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കണ്ട കേട്ടോ. അള്ളാഹുവിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ അതൊക്കെ നശിക്കാൻ വലിയ പണിയൊന്നുമില്ല. കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് സമ്പന്നരായിരുന്ന ആളുകൾ കൊറോണയ്ക്ക് ശേഷം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയ കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾ, വാർത്തകൾ വായിച്ചവരാണ് നമ്മൾ. നമ്മുടെ പരിചയത്തിൽ തന്നെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പത്ത് കണ്ടിട്ട് ഇത് കാലാകാലം ഉണ്ടാകുന്നൊന്നും വിചാരിക്കണ്ട. ഒരു പരീക്ഷണം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഒരു ശക്തമായൊരു ബുദ്ധിമുട്ട് വന്ന് മക്കൾക്ക് ഒരു അസുഖം വന്നാൽ 4 തവണ ഒന്ന് മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. അത്രയും ദുർബലരാണ് നമ്മൾ. സമ്പത്തിൻ്റെ വിഷയത്തിൽ അഹങ്കരിക്കണ്ട, ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ അഹങ്കരിക്കണ്ട, മക്കളുടെ കാര്യത്തിൽ അഹങ്കരിക്കണ്ട. എല്ലാം ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള ചില പരീക്ഷണ വസ്തുക്കൾ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. മൂന്നാമത്തൊരു കാര്യം, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്, അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അത് മാറ്റിത്തരാൻ അള്ളാഹ്ക്ക് യാതൊരു പ്രയാസമില്ല എന്നുള്ളത്. പക്ഷേ ചോദിക്കാനുള്ള ഒരു യോഗ്യത പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കണം. പലപ്പോഴും നിരാശയുള്ള ആളുകളെയാണ് നമുക്ക് കാണുക. ഒരു അസുഖം വന്നു, അതൊരു ഡോക്ടറെ കാണിച്ചു, അടുത്ത ഒരാളെ കാണിച്ചു, വേറൊരാളെ കാണിച്ചു, 4-5 ഡോക്ടർമാരെ കാണിച്ചു, ഇനിയൊന്നും ഒരിക്കലും മാറൂല. ഡോക്ടറെ കാണിക്കണ്ട എന്നല്ല, മരുന്ന് കുടിക്കണ്ട എന്നല്ല, അതൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം ഇതിൻ്റെ എല്ലാം പരിപൂർണ അധികാരിയുണ്ട്. അവരിൽ നമുക്കൊരു പ്രതീക്ഷ വേണം. റബ്ബ് വിചാരിച്ച ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. 18 കൊല്ലം രോഗിയായ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഇപ്പം എൻ്റെ ഒരു പ്രശ്നം? അതൊന്നും വലിയൊരു പ്രയാസം തന്നെയല്ല. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം. അള്ളാഹിനെക്കുറിച്ച് നമ്മൾ അറിയാൻ റെഡിയാവണം. പലപ്പോഴും അള്ളാഹുവിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ നിരാശരാണ്. ആരാണോ നമ്മളെ സഹായിക്കുന്നത് അവരുടെ വിഷയത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നമ്മളുള്ളത്. അങ്ങനെയല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി അള്ളാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ള ഖാദിറാണ്, ഖദീറാണ്, ഈ ഒരു വാക്ക് നമ്മളിൽ ഉണ്ടാവണ്ടേ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മുടെ എന്ത് പ്രശ്നം, അത് രോഗത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ എന്ത് പ്രശ്നമാവട്ടെ, മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ, കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ, ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ, എന്ത് കാര്യം പരിഹരിക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തത് ഏതാളേ? അള്ളാഹ്ക്ക് കഴിയാത്ത വല്ലതുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. എങ്കിൽ പരിപൂർണമായി കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന്
ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് എത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ നൽകുന്നു എന്നതിനെക്കുറിച്ചാണ് ചെറിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വെച്ചുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചത്. ഈ വാചകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം മാറ്റിക്കൊടുത്ത റബ്ബ്, അതേ റബ്ബ് തന്നെയാണ് നമ്മുടെ റബ്ബ്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അശ്ശാഫി എന്നുള്ള ഒരു പ്രയോഗം. ശിഫാ നൽകുന്നവൻ, ശമനം നൽകുന്നവൻ. ഏതു പരീക്ഷണമാവട്ടെ, ബുദ്ധിമുട്ടാവട്ടെ, അതിൽ മാനസികമായ രോഗങ്ങളാണെങ്കിലും ശാരീരികമായ രോഗങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും പരിഹാരം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ ശിഫ നൽകുന്നത് അത് അള്ളാഹുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായിട്ടുള്ള ആയത്ത് വരെ നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചർച്ചകൾ വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രോഗത്തിനും ശമനമുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, മാ അൻസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണുവാൻ സാധിക്കും, മാ അൻസല അല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. ശമനമില്ലാത്ത ഒരു അസുഖവും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഏത് രോഗം നോക്കിക്കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ശമനമുണ്ട്. എന്നിട്ടെന്താ ആ ഒരു രോഗത്തിന് ശമനമില്ലാത്ത? എന്നിട്ടെന്താ ഈ രോഗത്തിന് ശമനമില്ലാത്തത്? ശമനമില്ലാത്തതല്ല, അത് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരു രോഗാവസ്ഥ നൽകുന്നുണ്ടോ അതിനൊരു പരിഹാരം അല്ലാഹു നൽകിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, തജാവു, നിങ്ങൾ ചികിത്സ തേടണം. നേരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ ചികിത്സയുടെ വിഷയങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ളത്. ഒരു ഭാഗത്ത് എന്ത് വന്നു കഴിഞ്ഞാലും പ്രാർത്ഥനയും വേണ്ട, അള്ളാഹുലുള്ള തവക്കുലും വേണ്ട, വെറും ഒരു ശാസ്ത്രത്തെ മാത്രം കൂട്ടുപിടിക്കുക. രോഗത്തിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർമാരിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അത് ഇന്ന ഡോക്ടർ, അയാൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ രൂപങ്ങളിലാണ് പല ആളുകളും പോകാറുള്ളത്. അതല്ല വിശ്വാസി. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, ഒരു ചികിത്സയും വേണ്ട, ഒന്നും വേണ്ട, നമ്മളിങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരും, അതേപോലെ തന്നെ നമ്മുടെ രോഗം മാറ്റിത്തരും. എന്നാൽ ഇത് രണ്ടിൻ്റെയും മധ്യത്തിലാണ് വിശ്വാസി. യഥാർത്ഥ വിശ്വാസി എങ്ങനെയാണ്? ചികിത്സിക്കാനുള്ളത് ചികിത്സിക്കണം, എന്നാൽ ഒരിക്കലും ആ ഒരു ഡോക്ടർക്ക് പ്രത്യേക കഴിവോ അയാൾ നൽകുന്ന മരുന്നിന് പ്രത്യേക കഴിവോ ഒന്നുമില്ല. രോഗം നൽകുന്ന ആ റബ്ബ് തന്നെയാണ് രോഗാവസ്ഥക്ക് പരിഹാരം നൽകുന്നതും. പക്ഷെ അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം, പ്രാർത്ഥിക്കണം. ചികിത്സ നൽകാൻ അള്ളാഹ്ക്ക് മാത്രമാണ്, അഥവാ പരിപൂർണമായി സുഖപ്പെടുത്തുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. എത്ര സുന്ദരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായിട്ടുള്ളവനെ, ഇദ്ഹബിൽ ബഅസ്, ഈ പ്രയാസങ്ങൾ നീ നീക്കി തരണം. അൻത ശാഫി ഇശ്ഫി, നീ ശിഫ നൽകണം. വ അൻത ശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. അല്ലാഹുവാണ് ശമനം നൽകുക. ഏതെങ്കിലും ഒരു ജാറത്തിൽ പോയിട്ടല്ല ശമനം തേടേണ്ടത്. ഏതെങ്കിലും ഒരു ഏലസ് കെട്ടിയിട്ടല്ല ശമനം അന്വേഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടല്ല ശമനം ചൊല്ലേണ്ടത്. ഏതെങ്കിലും പ്രത്യേകമായി കൊണ്ട് ഏതെങ്കിലും ഒരാളുകളെ അടുക്കൽ പോയിക്കൊണ്ട് തടവിക്കൊണ്ടല്ല ശമനം തേടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമുക്ക് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, അത് മതപരമായിട്ട് പാടില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, പല ആളുകളും കുട്ടി നല്ലോണം കരയുന്നൊരവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരികയാണ് എന്ന വേഗം ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകും. ആ ഉസ്താദ് ഊതിക്കൊണ്ട് ഒരു ചരട് കൊടുക്കും, ഒരു ഏലസ് കെട്ടും, ഇത് കെട്ടിയാൽ മതി, ഇനി ഒരു കുഴപ്പമില്ല. എന്താ പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അല്ലഖ തമീമ ഫഖദ് കഫറ. ആരെങ്കിലും ഒരു ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ അവൻ കാഫിറായി,
അവന്റെ വിശ്വാസം മാറിപ്പോയി. ആ ഏലസ് കെട്ടുന്നതോടുകൂടി അള്ളാഹു രോഗം മാറ്റും, അള്ളാഹു പരീക്ഷണങ്ങൾ ഇല്ലാതാക്കും, അള്ളാഹു സുഖപ്പെടുത്തും എന്ന വിശ്വാസമേ മാറി. ഇതാ ഈ ഒരു ചരട് കെട്ടിയപ്പോഴാണ് മാറിയത്, ആ ഉസ്താദ് ചൊല്ലി ഊതിയപ്പോഴാണ് മാറിയത്. അത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായ വിശ്വാസത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് നമ്മൾ സ്വയം ഉത്തരം കാണണം. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ഭാര്യ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, കാലങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ മാറാത്തത് എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം അള്ള പറഞ്ഞതുപോലെയാണെന്ന് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ പ്രാർത്ഥിക്കും, അവരുടെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരപ്പെടൂല. ഒരു മനുഷ്യൻ്റെ ഉദാഹരണം വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരാളിങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോവുക, അയാളുടെ വസ്ത്രമൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ട്, അയാളുടെ താടിയും മുടിയുമൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. അയാൾ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എന്ന് വിളിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമസ്തജാബ ലഹു, അവനെങ്ങനെ ഉത്തരം കിട്ടും? അവനെങ്ങനെ ഉത്തരം കിട്ടും? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഉസിയ ബിൽ ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, ഹറാമിലൂടെയാണ് അവൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ വസ്ത്രം ഹറാമാണ്, ഹറാമായ മുതൽ വെച്ചിട്ട് അവൻ വസ്ത്രം ധരിക്കുന്നത്. അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 3 കാര്യങ്ങൾ അയാളിലുണ്ട്. യാത്രക്കാരന്റെ പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാവത്തിൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന ഉത്തരം സ്വീകരിക്കപ്പെടുന്നതാണ്. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരാൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നു എങ്കിൽ ആ കൈകളിൽ സിഫ്റായിക്കൊണ്ട്, ആ കൈകളിൽ ഒന്നും നൽകാതെ അവരെ തിരിച്ചയക്കുക എന്നുള്ളതിൽ അല്ലാഹുവിന് ലജ്ജയുണ്ട്. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, അള്ളാഹു ആദരണീയനാണ്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് ആ കയ്യിലൊന്നും കൊടുക്കാതെ തിരിച്ചയക്കുക എന്നുള്ളതിൽ അള്ളാഹ്ക്ക് ലജ്ജുണ്ട്. ഇയാൾ കൈകൾ ഉയർത്തിയിട്ടുണ്ട്, യാത്രക്കാരനാണ്. അത് മാത്രമല്ല, യാ റബ്ബ് എന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. യാ റബ്ബ് എന്ന് വിളിച്ചിട്ട് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. ഈ 3 ക്വാളിറ്റി അയാൾക്കുണ്ട്, 3 ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഉത്തരല്ല. എന്താ കാര്യം? അയാളുടെ ജീവിതം ഹറാമിലൂടെയാണ്. പ്രിയപ്പെട്ടവർ, ഹറാം എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കൽ മാത്രമല്ല കേട്ടോ. അയാളുടെ ഭക്ഷണം ഹറാമാണെന്ന് പറഞ്ഞാൽ അയാൾ പന്നിയിറച്ചി കഴിച്ചു എന്നല്ല. അയാളുടെ സമ്പാദ്യം അത് ഹറാമിലൂടെയാണോ പരിശോധിക്കണം. മറ്റുള്ളവനെ പറ്റിച്ചുകൊണ്ടാണോ വഞ്ചിച്ചുകൊണ്ടാണോ പരിശോധിക്കണം. പ്രാർത്ഥിച്ച ഉത്തരം കിട്ടൂല. അതൊരിക്കലും ഒരു കള്ളിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ വസ്ത്രം അത് മറ്റുള്ളവനെ പറ്റിച്ചിട്ടാ. കച്ചവടത്തിൽ നടക്കപ്പെടുന്ന എത്രയെത്ര വഞ്ചനകൾ, ജോലി ചെയ്യുന്ന ആളുകൾ നിർവഹിക്കുന്ന വഞ്ചനകൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്കെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങും, എന്നിട്ട് കുറച്ച് മാത്രം ചെയ്യും, ബാക്കി പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കുക. അയാൾക്ക് സമയമുണ്ടായിരുന്നു, പക്ഷെ ചെയ്യുന്നില്ല. എല്ലാത്തിലും തട്ടിപ്പ് നടത്തുക. എന്നിട്ട് പറയും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സ്വീകരിക്കാൻ ഉത്തരം കിട്ടണില്ല. ഇല്ല, ഉത്തരം കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒക്കെ ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ആ ഒരു ഗൗരവം കൂടി നമ്മൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്.
വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, ദ സോൾമേറ്റ്. Peace Radio. Tune to reality.